ഇപ്പോൾ സമയം ഒരു 6, 6:30 ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ കഞ്ഞിയും പയറുമാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പാല് തിളപ്പിച്ച് വെച്ചതാണ് കുക്കറിൽ. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി ഇരിപ്പുണ്ട്. ഇത് പയറാണ് സ്റ്റൗവിലിരിക്കുന്നത്, വൻപയറാണ്. അപ്പോൾ പയറൊക്കെ വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കഞ്ഞിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞി നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോകുമല്ലോ. അത് കാരണം ഒരു പകുതി അരപ്പാത്രം വെള്ളമൊക്കെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഞ്ഞിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇത് ഇന്ന് നാളത്തേക്ക് ഇഡ്ഡലിക്കുള്ള മാവ് ആട്ടി വെച്ചതാണ്. അപ്പോൾ വൻപയറിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് അരപ്പൊക്കെ ഇട്ട് പയറൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ചെയ്യുന്നില്ല, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അരപ്പിട്ട് ഇളക്കി എടുക്കുകയാണ്. അരപ്പൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലെ വെള്ളം വറ്റിച്ചെടുത്താൽ പയർ തോരൻ റെഡി. അപ്പോൾ രാത്രിയിൽ കഞ്ഞിയും പയറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാ ദിവസവും ചോറില്ലേ, അപ്പോൾ ഇന്ന് കഞ്ഞിയും പയറും ആക്കാമെന്ന് കരുതി. കുറച്ച് ഉപ്പ് കൂടി പയറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കുകയാണ്. കഞ്ഞി ഒരുപാട് കുറുകിയിരുന്നാലും കൊള്ളില്ല, അത് കുറേ വെള്ളമായാലും കൊള്ളില്ല. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് ഇത് കുറുകിക്കൊണ്ടിരിക്കും. തണുക്കുന്നതനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിയും പയറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും. ഞാനതങ്ങോട്ട് അടച്ച് മാറ്റി വെക്കുകയാണ്. കഞ്ഞിയും പയറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഈ കഞ്ഞി കഴിക്കാനായിട്ട് പോവുകയാണ്. കഞ്ഞി പാത്രത്തിലേക്ക് എടുക്കുകയാണ്. നല്ല ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ കഞ്ഞിയും പയറും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എൻ്റെ താഴെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ കഞ്ഞിയും പയറും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം. കുറച്ച് നാരങ്ങാച്ചാറ് കൂടെ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ മറ്റൊന്നുമില്ല, നാളെ കാണാം. താങ്ക് യു.